കൊടയില്ലെങ്കിൽ പകരം കൊടയും പിടിക്കാം. അപ്പൊ ഇത് ചെറുതായി പോയി. കൊറേ ആയി കുമലുണ്ട് പറഞ്ഞിട്ട് നോക്കുന്നു. ഇക്കലും ഞങ്ങക്ക് കുമല് കിട്ടിയിട്ടേ ഇല്ല. രാവിലെ പോകുവാനായി വൈകിട്ട് വരികനായി. അങ്ങനെ ഇന്നിപ്പോ എവിടെയെങ്കിലും ഉണ്ടോക്കെ അറിയുമ്പോഴേക്ക് ഇതാ ഇവിടെ ഒരു കുമല് കണ്ടു. അങ്ങനെ കുമല് പൊരിക്കുന്നത്. ഇത് നിലാമ്പളപ്പൻ, മറ്റത് പാക്കുമല. അത് കൊറേ ഉണ്ടാവും, ഇത് ഒറ്റ ഒന്നേ ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ കറിക്കായി ഞങ്ങക്ക്. ഇത് രാവിലെ വരുന്ന കുമലി, അത് വേഗം പരിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം പുതുവായി പോകും. ഇതിന് പുതുവൊന്നും ആയിട്ടില്ല. ഇതിപ്പോ വേഗം കണ്ടതുകൊണ്ട് പുതുവൊന്നുമില്ല. ഇത് പരിക്കുമ്പോ ഇതിന്റെ കാല് പൊളിഞ്ഞുപോയി. അതിനൊന്തൊരു കൊള്ളുകയും ചെയ്യില്ല, ഒറ്റ മണ്ണും. അതെ, ഈ കുമല് കറി വെച്ചാല് കോഴിക്കറി വെച്ചാണെങ്കിൽ തന്നെ ഉണ്ടാവും, നല്ല പാങ്ങുണ്ടാവും. കുറച്ച് മഞ്ഞളെല്ലാം ഇടണം. മഞ്ഞളിൽ വെള്ളത്തിലിട്ട് വെക്കണം ഈ നില തൊല്ലിയിട്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ കറി വെച്ചോളൂ. ഇത് ഞാൻ കറിയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കൊടയില്ലെങ്കിൽ പകരം കൊടയും പിടിക്കാം. അപ്പൊ ഇത് ചെറുതായി പോയി. ഈ കുമല് ഞാൻ തൊല്ലിയിട്ട് ഇടുന്നത്. ഇനി 5 മിനിറ്റ് സമയം ഈ മഞ്ഞളിൽ ഇട്ട് വെക്കണം. അതെന്തെങ്കിലും വിഷം ഉണ്ടെങ്കിൽ പോകുക. ഇതിങ്ങനെ തല്ലേണ്ടത്. ഇതിന്റെ മുകളിലത്തെ പാട കളയണം. ഇത് മുകളിലത്തെ പാട. വിഷം ഉണ്ടെങ്കിൽ ഇതിലിട്ടിട്ടാകുമ്പോ ഈ നീന്റെ നിറം വ്യത്യാസം വരും ഈ മഞ്ഞളിന്. അങ്ങനെ 5 മിനിറ്റ് വെക്കുന്നത്. ഞങ്ങൾക്ക് അധികം കിട്ടലുണ്ട്. ഇക്കെല്ലാം അങ്ങനെ കിട്ടിയിട്ടേ ഇല്ല. കാലിന്റെ ഇതെല്ലാം മുറിച്ചിടണം. മണ്ണൊന്നും ആയിക്കൂടെ. അത് പുതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടുക്കെ വളർന്നത്. അപ്പൊ ഒന്നുമില്ല. കൊറേ സമയം വേവിക്കണം, എന്നാലേ വേവും. 5 മിനിറ്റ് സമയം ഞാൻ ഇതിനെ പൊത്തി വെക്കുന്നു. വിഷമെല്ലാം ഉണ്ടെങ്കിൽ പോട്ട്. ഇത് തുറന്നു നോക്കുന്നു. ഓ, കളറൊന്നും വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ തീമാക്കാന് ഉപ്പ് ഇട്ടിട്ട് ഒരു 1/2 മണിക്കൂർ വേണം. കുമല് തീമാക്കുന്നു. അങ്ങനെ വെന്തു. 1/2 മണിക്കൂർ കഴിഞ്ഞു. കുമലിന് വേണ്ട ചേരുവ: ഇത് പച്ചമുളക് മുറിച്ചത്, ഇത് വെളുത്തുള്ളി, ഇത് ഇഞ്ചി മുറിച്ചത്, ഇത് കരിയാമ്പല, നീരുള്ളി, കുമിട്ടിമുളക് പൊടി, കൊത്തമ്പരിപ്പൊടി. ഉപ്പ് നേരത്തെ ഇട്ടു, ഇനി വേണ്ട. ഇത് തേങ്ങ ആദ്യം മുളക് ഇടുന്നു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, നീരുള്ളി, കൊത്തമ്പരിപ്പൊടി, മുളക് പൊടി. ഇനി കുറച്ച് അരച്ചു വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇടണ്ട്. കുമലിന് തേങ്ങയും കരിയാമ്പലും ഇട്ടാലായി. കരിയാമ്പല വലുത് കിട്ടിയിട്ടേ ഇല്ല, ചെറുത് ഇപ്പൊ മഴയത്തായതേ ഇല്ല. ഇനി ഒരു 2 മിനിറ്റ് അരച്ചു വെക്കുന്നു. കുമലിറക്കി പച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് വാങ്ങി വെക്കുന്നു. ഇക്കെല്ലാം ആദ്യം തന്നെ കിട്ടിയ കുമല, അല്ലെങ്കിൽ കുറെ കൂട്ടം കിട്ടേണ്ട സമയമായി ഇപ്പോ. നല്ല പാങ്ങായിന് കുമലേറി. നിങ്ങൾ വരുന്ന കുമല് കിട്ടിയ ഇതേപോലെ കറി വെച്ച് നോക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.